ഇതൊക്കെ എടുത്തിട്ട് ഇപ്പം എങ്ങോട്ടാണെന്നറിയാമോ? എനിക്ക് കാലിക്കോടിൽ നിന്ന് നമ്മുടെ മിഷൻ ഇമ്പോസിബിളിൻ്റെ പുതിയ സിനിമ കാണാൻ വേണ്ടി സ്പെഷ്യൽ സ്ക്രീനിങ് എന്തോ ആണെന്ന് തോന്നുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ടിക്കറ്റ് കിട്ടി. അപ്പം പാതിരാത്രി 12 മണിക്കാണ് ഷോ കേട്ടോ. അപ്പോഴത്തേക്കും സിനിമ കാണാൻ പോവാണ്. ഇല്ലാതെ എന്ത് സിനിമ കാലിക്കോടിലാണ്. ഇത് നമ്മുടെ എമിറേറ്റ്സ് മോളാട്ടോ ഷോ. ഇത് വേണ്ട മാറ്റി എരിവുള്ളതാണ്. ഒന്നുമില്ലെങ്കിലും മിഷൻ ഇമ്പോസിബിളൊക്കെ അറിയുന്ന കേട്ടിട്ട് തെറ്റിദ്ധരിക്കും കേട്ടോ. ഞാൻ ഇതുവരെ ആ സിനിമ ഒരെണ്ണം പോലും കണ്ടിട്ടില്ല. എന്ത് 8 കണ്ടല്ലേ ടോട്ടൽ മിഷൻ ഇമ്പോസിബിൾ സിനിമയുള്ളത് അല്ലേ? ഞാനൊക്കെ ഒന്നും പോലും കണ്ടിട്ടില്ല. പണ്ടെങ്ങാണ്ട് കുഞ്ഞിലെ ചെറുപ്പത്തിലെ ടി വിയിലൊക്കെ വരുമ്പോൾ മിഷൻ ഇമ്പോസിബിൾ 1ൻ്റെ അത് ഏതോ ഒറ്റ മൂലം കണ്ട പോലെ ഓർമ്മ. അത് ആ സിനിമ തന്നെയാണെന്ന് എനിക്ക് ഒരു ഉറപ്പില്ല. എന്നാലും ഞാൻ ആ പടം കുറച്ച് കഥയും കാര്യങ്ങളൊക്കെ കണ്ടു. ഐ മീൻ വായിച്ചിട്ട് ഓരോ സിനിമേൻ്റെയും മിഷൻ ഇമ്പോസിബിൾ 1ൻ്റെ സ്റ്റോറി, മിഷൻ ഇമ്പോസിബിൾ 2ൻ്റെ സ്റ്റോറി, 3ൻ്റെ സ്റ്റോറി, 4ൻ്റെ സ്റ്റോറി വരെ ഞാൻ വായിച്ചു. പിന്നെയുള്ള നാളിൽ ഞാനങ്ങ് സ്കിപ്പ് ചെയ്തു. ഇതെങ്ങനെയുണ്ടെന്ന് കണ്ടു നോക്കിയിട്ട് ഞാൻ അഭിപ്രായം പറയാം. ഈ അഭിപ്രായം പറയുന്നത് കൂട്ടല്ല, പക്ഷേ ഇത് കഴിഞ്ഞിട്ട് ഇത് ഫസ്റ്റ് ഒന്നും കാണാതെ ഞാൻ ഈ സിനിമ മാത്രമായിട്ട് കണ്ടിട്ട് അഭിപ്രായം പറയാം. ഇത് കഴിഞ്ഞിട്ട് എന്തായാലും ഞാൻ നമ്മുടെ ഫുൾ സിനിമ ഉണ്ടല്ലോ, ഫുള്ള് സിനിമ കണ്ടിട്ട്, അതായത് മിഷൻ ഇമ്പോസിബിൾ 1 തൊട്ടിട്ട് 8 വരെ കണ്ടിട്ട് എല്ലാത്തിൻ്റെ അഭിപ്രായം പറയും. എന്നിട്ട് ഫൈനലായിട്ട് ഇതിൻ്റെ അഭിപ്രായം പറയും. അങ്ങനെ ഉണ്ടായിരിക്കും. ശരി, ഒന്നില്ലെങ്കിലും ഒരു സിനിമയിലോട്ട് ഞാൻ കാണിക്കുന്ന ഒരു ചെറിയൊരു രീതിയിൽ ഉത്തരവാദിത്തം ഇതിലെങ്കിലും ഒരു അഭിപ്രായം പറയുന്നു. അത് ഇങ്ങനത്തെ സിനിമയാണ്. ഇപ്പം ബാഹുബലി 1 കാണാതെ 2 കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറ്റമൊന്നും പറയാൻ പറ്റത്തില്ല. എനിക്കറിയാം അങ്ങനത്തെ ആൾക്കാരെ. ദൃശ്യം 1 കാണാത്ത ആൾക്ക് കൊണ്ട് എനിക്കിപ്പോഴും അറിയാം. ആരാണെന്ന് ഞാൻ പറയുന്നില്ല. തൽക്കാലം പിന്നെ വേണമെങ്കിൽ ഞാൻ വേറെ ഏതെങ്കിലും വീഡിയോയിൽ പറയാം. അപ്പോൾ ഇവരൊക്കെ ഉണ്ട്. അപ്പം ഇങ്ങോട്ടൊന്നും കാണാത്തവരൊക്കെ ഇല്ലല്ലോ. ആരെങ്കിലും ഫാൻസ് ഉണ്ടെങ്കിൽ വെറുതെ ഇല്ല അതൊന്നും പറയാൻ നിൽക്കുന്നത് പാവല്ലേ. എന്തെങ്കിലും സാധനം വാങ്ങിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ഭയങ്കര കൺഫ്യൂഷൻ. പ്രത്യേകിച്ച് കഴിക്കാൻ പോകുന്നതാണ് സംഭവം. എന്തൊക്കെയായാലും മെനു എത്ര നോക്കിയാലും നമ്മൾ മറ്റേ ഇതല്ലേ ഓർഡർ ചെയ്തത്, ബിരിയാണി ഓർഡർ ചെയ്യണമെന്ന് പറയുന്ന പോലെയാണ്. ഞാൻ എന്തൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ സംഭവം ലാസ്റ്റ് പിൻസേ വാങ്ങിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമായത്. എനിക്ക് ഇവിടുത്തെ ലേസിനേക്കാളും ഇഷ്ടം ഇതാണ് കേട്ടോ. അപ്പം പക്ഷേ എല്ലാവരും കാണുമ്പോൾ നോക്കാനൊരാളേക്കും നമുക്ക് ലേസ് ഉണ്ട്, മൊബൈൽ ചിപ്സ് ഉണ്ട്, സോഫ ചിപ്സ് ഉണ്ട്, കഷ്ടപ്പെട്ടാണ് ധാരാളം എൻ്റെ കൂട്ടുകാരിയാണ്. പിൻസിൻ്റെ ഇത് റെഡ് നല്ല അടിപൊളി. ഇതിൻ്റെ വേറെ ഒന്നും കൂടി അതും നല്ല അടിപൊളി. ലേസ് അല്ല, പിൻസ് ട്രൈ ചെയ്തോ. ടീറ്റോസ് പിൻസാണോ ചോദിച്ചാൽ അത് ടീറ്റോസ് ആണ്. എൻ്റെ വീട്ടിൽ സാധനങ്ങൾ എവിടെ ഇരിക്കുന്നതെന്ന് അറിയത്തില്ലേലും ഞാൻ സ്ഥിരമായിട്ട് പോകുന്ന സൂപ്പർ മാർക്കറ്റിൽ എന്തെവിടെയാണെന്ന് എനിക്ക് കറക്റ്റ് ആയിട്ട് ചിപ്സിൻ്റെ ഭാഗം മറന്നു പോയിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ട് ഇവിടെ ഇതൊക്കെ ഉണ്ടല്ലോ. ഇനി നൈസായിട്ട് പ്ലേറ്റിൻ്റെ ഉള്ളിലോട്ട് സ്മഗ് ചെയ്യാനുള്ള സാധനങ്ങളാണ്. ജ്യൂസ് വേണോ സ്പ്രൈറ്റ് വേണോ വേണം. രാത്രി സിനിമ വെച്ചിട്ടുണ്ടെങ്കിൽ ഉറക്കം വരും. ആർക്കായാലും ഉറക്കം വരും. അതായത് ജ്യൂസ് നമ്മൾ കട്ട് ചെയ്തു 4 ഇറക്കില്ല. എന്തെങ്കിലും കുപ്പികളുണ്ട് കാരിക്കോറിൻ്റെ ബില്ലടിക്കുമ്പോൾ ഈ സാധനം കിട്ടുന്നത് നിങ്ങൾ ആരെങ്കിലും വാങ്ങിക്കലുണ്ട്? ഞാൻ ഇടയ്ക്ക് ഞാൻ ഇതിനകത്ത് പോയി വാങ്ങിക്കുന്നുണ്ട്. ഞാൻ പറയുന്നില്ല, ഇഷ്ടപ്പെട്ട് എനിക്ക് ഫസ്റ്റ് പാട്ട് തന്നെ കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടു. സിനിമയിലെ ഭാവം ചർച്ച അപ്പം പറഞ്ഞു ഇതിൻ്റെ 3ാമത്തെ പടം. അപ്പം 3 പടം അത്യാവശ്യം നല്ല പടമാണെന്നുള്ളതാണ് അല്ലേ? കാരണം അക്കാമാർ ഒന്നുമില്ലെങ്കിലും കാണാൻ നല്ല രസമായിരുന്നു. പക്ഷെ ഒരു കാര്യം, ഈ അക്കാമാര് ഞങ്ങളുടെ ഒരുമാതിരി എന്താ പറയണ്ടേ, ഈ നിങ്ങൾ ഭയങ്കര ഡാർക്കാണ്, മറ്റേ കുറച്ചുകൂടി ഇതാണെന്നൊക്കെ പറയുന്നത് ഞങ്ങളുടെ DC ഫാൻസിൻ്റെ മാർവൽ പടമായിരുന്നു അക്കാമാരെന്ന് ഞാൻ പറയും. കാരണം ഏകദേശം അങ്ങനെ ആയിരുന്നില്ല. ഞങ്ങളുടെ പടത്തിൻ്റെ എല്ലാ എലമെൻറ്റ്സും എടുത്തിട്ട് നിങ്ങളൊരു പടം ഉണ്ടാക്കി ഇല്ലേ ഇല്ലേ ആണ്. ഞങ്ങളുടെ കോമഡിയും കാര്യങ്ങളും നിങ്ങളെടുത്തു. ഏതോ ഒരു പടത്തിൽ എന്തൊക്കെയോ എനിക്ക് തോന്നിയായിരുന്നു. ഞങ്ങളുടെ തോറും അതുപോലെ തന്നെ ലോക്കി ആ ഒരു സെറ്റപ്പിലായിരുന്നു നിങ്ങളെടുത്തത്. അല്ലെന്ന് പറഞ്ഞത് തന്നെ ഞാൻ സമ്മതിക്കില്ല. ലേസ് പോലെയില്ല, ഇതിനകത്ത് കാറ്റ് മാത്രമല്ല. ഇത്രയും ഭാഗം എത്തി 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 അത്
ദുബായിൻ്റെ അല്ലേ നമ്മുടെ ബുർജലിക്കെ കയറിയത് മറ്റേ ഫൈറ്റർ ടീമും കൂടെ ഇങ്ങനെയൊക്കെ പോയത്. ഇങ്ങേർക്കൊരു പ്രായമായി, ഏകദേശം ഒരു പ്രായമായി. ഇനി ഇങ്ങേര് വയസ്സായി വയ്യാണ്ടാവുന്നവരെ ഈ മിഷൻ ഇമ്പോസിബിൾ ഇങ്ങനെ ഇറക്കിക്കൊണ്ടിരിക്കും. മറ്റേ അയ്യോ ഒരു സിനിമ ഉണ്ടല്ലോ ഇങ്ങനെ കുറേ എണ്ണം 10-12 സീരീസ് ഇവിടെ ഉണ്ട് അതും ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസിന്റെ അവരല്ലേ ഇതിനെ 10 ഇങ്ങനെ ഇറക്കിയത്. അതുപോലെ ഈ ടോമി ക്രൂസിന് പ്രായമായി വയ്യാതെ ഇങ്ങനെ ഇറങ്ങി നടക്കുന്ന ആൾക്കാരെ മിക്കവാറും ഈ സിനിമ എന്നെ കുറ്റം പറയും. എനിക്കറിയാം എനിക്കൊരു കുഴപ്പമുണ്ട് കേട്ടോ, എന്നെ ഒന്നും പറയരുത്, സത്യമായിട്ടും പറയരുത്, എനിക്ക് നല്ല സങ്കടമാണ്. സംഭവം രാത്രി ആയതുകൊണ്ട് തന്നെ ചെറിയൊരു കിളിയൊക്കെ ഉണ്ട്. ഞാൻ ചിലപ്പം ഞാൻ സിനിമ കാണുമ്പോൾ അങ്ങനെ കിടന്നു കൊടുക്കാറില്ല. സിനിമ എങ്ങനെ അവർ പ്രശ്നപ്പെട്ട കൊടുത്തിട്ടാണ്. പക്ഷേ ഇത് മുമ്പ് ഞാൻ ഈ സിനിമ കാണാത്തതുകൊണ്ട് ജോക്സ് അപ്പാർട്ട് ഞാനിത് കാണാത്തതുകൊണ്ട് തന്നെ എനിക്ക് ഒരു ഐഡിയ ഞാൻ ഇത് ട്രെയിലർ പോലും കണ്ടിട്ടില്ല. പെട്ടെന്ന് ഇങ്ങനെ ചാറ്റപ്പെട്ട് വന്നേ ഉള്ളൂ. അപ്പം അതിൻ്റെ കാര്യമായിട്ട് തന്നെ കണ്ടിട്ട് എനിക്ക് എന്താണ് തോന്നുന്നത് അത് ഞാൻ ആക്കാൻ അല്ലാതെ ഞാനിങ്ങനെ മുന്നിൽ കുറ്റമൊന്നും പറയാൻ പറ്റില്ല. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയും. ആവറേജ് ആയിട്ട് തോന്നുന്നത് ഞാൻ പുതിയതായിട്ടൊരു പടം കാണുന്ന രീതിയിൽ തൊണ്ണൂറ്റിനെ പറ്റി പറഞ്ഞൊക്കെ ചുമ്മാ കേട്ടോ, പാവം നല്ല പറ്റി അല്ല പുള്ളിയൊക്കെ ഒരു രീതിയിൽ. അപ്പം ഞാൻ എന്നൊക്കെ ആയാലും വേണ്ടിയിട്ട് അഭിപ്രായം. Linger in eternity. Time to thrive in a place where stillness moves you. Growth grounds you. And every breath stirs to the rhythm of nature. A sanctuary of serenity and oneness. Where calm flows through the breeze. And whispers of leaves transport you. Immersing you in tranquility. Surrounding you with your majesty. Enhancing your well-being. Inspiring you to connect, reflect and bloom. It's time to tune in to nature's pace. പൈറസി പാടില്ല. ഞാൻ അങ്ങനത്തെ തിരഞ്ഞെടുക്കുന്നത് ആൻഡ് സൈലൻ്റ് ആക്കിയേക്കാം. സിനിമ കാണാൻ സിനിമ റിമടിക്കാൻ നോക്കിയത് ഇതുവരെ ഞാൻ ചെയ്യാൻ പാടില്ലാത്തതുകൊണ്ട് ഇതെന്ന് വെച്ചാൽ അടിപൊളി. എനിക്ക് വേറെ ഒന്നും പറയാനില്ല. You know me quite well. But do you really? I'm a woman in ഇങ്ങനെ കിടന്നിട്ടുണ്ടല്ലോ ഉറങ്ങൂല. is the reason. I live for the laughter. സംഭവത്തിന് മുമ്പ് ഞാൻ വന്നിട്ടുള്ള 2 സിനിമ ഞാൻ പകലാണ് വന്നത്. ഈ ആൾക്കാർ ഇത്രയും അവിടെ പുറത്ത് നിന്നതിൽ അത് ആ ഒരു ഇതിനെ കൂടിയിട്ടാണ് എന്താ പറയുന്നത് ഭയങ്കര എക്സൈറ്റ്മെന്റ് ഒക്കെ. ഞാൻ എക്സൈറ്റ്മെന്റ് സിനിമ അതെനിക്കൊന്നും അറിയത്തില്ല. വെളുപ്പിന് 3 മണി സിനിമ കറക്റ്റ് 2 മണിക്കൂർ ഒരു 55 മിനിറ്റെങ്കിലും കാണാതിരിക്കത്തില്ല. കാരണം 12:14 സിനിമ തുടങ്ങിയാണ് കറക്റ്റ്. ഇതിന് വേറെ ട്രെയിലറും കാര്യങ്ങളും ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നു. സിനിമ ലേറ്റായിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്, 12 മണിയുടെ ഷോ ആണ്. അപ്പം അതുകൊണ്ട് തന്നെ വേറെ ഇതൊന്നും ഉണ്ടായിരുന്നില്ല. സിനിമ എങ്ങനെയുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആദ്യമായിട്ടാണ് ഒരു ക്ഷണിച്ച് പറയുന്നത്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അതേസമയം എനിക്ക് കുറേ സ്ഥലങ്ങളിൽ ഭയങ്കര ലാഗായിട്ടുണ്ട്. അത് സംഭവം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു 3 മണിക്കൂർ വരുന്നതിൻ്റെ ഒരു സംഭവങ്ങളിലായിരിക്കും ചില ആളുകളൊക്കെ ഇത്തിരി കൂടി ടൈമിൽ കുറേ വീഡിയോയിൽ നല്ല അടിപൊളിക്കാണ് ആക്ച്വൽ സംഭവങ്ങളും കാര്യങ്ങളും. പക്ഷേ കുറേ നല്ല ഗൂസംസ് ഉണ്ട്, കൂട്ട് മൊമെൻറ്റ്സ് ഉണ്ട്. അല്ലെ മിഷൻ ഇമ്പോസിബിൾ ഫാൻ ആണെങ്കിൽ അല്ലെങ്കിൽ ഹോളിവുഡ് പടങ്ങൾ ഇങ്ങനത്തെ പടത്തിൽ ആൾക്കാരാണെങ്കിൽ ഉറപ്പായിട്ട് തിയേറ്ററിൽ കാണുന്ന ഉള്ള രീതിയിലുള്ളൊരു പടമാണ്. എനിക്ക് പിന്നെ പേഴ്സണലി ചോദിക്കുകയാണെങ്കിൽ എനിക്കിഷ്ടപ്പെട്ടു. എനിക്ക് ഇങ്ങനത്തെ പടങ്ങളൊക്കെ പൊതുവെ ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് സിനിമ ഇഷ്ടപ്പെട്ടു. പിന്നെ പറയുകയാണെങ്കിൽ ടോംക്രൂസും മറ്റേ ഈ രജനീകാന്തിനോട് പറയുന്ന മറ്റേ ഡയലോഗ് എനിക്ക് ഓർമ്മയുണ്ട്. പ്രായമായിട്ടുണ്ടെങ്കിൽ ആ സ്റ്റൈലൊന്നും പോയിട്ടില്ല. നല്ല മനുഷ്യൻ അതാടി. അതിനകത്ത് എനിക്ക് ഒരു 3 പേരെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. എൻ്റെ ഫേവറേറ്റ് അപ്പാർട്ട് ഫ്രം ടോംക്രൂസ്. അതിനകത്തൊരു അമ്മച്ചിയുണ്ട്, എനിക്ക് അവരെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ഒരു ചേട്ടനുണ്ട് മീശയൊക്കെയുള്ള. ആരൊക്കെയാണെന്ന് പറയാൻ പറ്റില്ല. സ്കൂളിൽ പോയി പിന്നെ ആരൊക്കെ അപ്പം അങ്ങനെയൊന്നുമല്ല. മീശയൊക്കെ ചേർന്നു എനിക്ക് പുള്ളിനെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ഒരു ചേച്ചിയുണ്ട്, അത് അവരും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് അങ്ങനത്തെ ആരും ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഈ 3 പേര് ഭയങ്കര ഇഷ്ടം. അമ്മച്ചി ക്യൂട്ടാണ്. ക്യൂട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ ക്യൂട്ടല്ല, പക്ഷെ നല്ല അഡോറബിൾ ആയിട്ടുള്ളൊരു അമ്മച്ചിയുണ്ട്. അത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പുള്ളിക്കാരിനെ. പിന്നെ എന്നൊക്കെ പറയാണെങ്കിൽ കുറച്ച് അവിടെ ഇതൊക്കെ കോമഡി ഉള്ളതായിട്ട് എനിക്ക് തോന്നി. എനിക്ക് അബദ്ധത്തിന് തോന്നിയാണെന്ന് പറഞ്ഞാൽ പക്ഷെ ഒരു തുള്ളി പോലും ഓർമ്മയിട്ടില്ല. ഈ മിഡ് നൈറ്റിൽ ഞാൻ ഇത്രയും ഹൗസ്ഫുള്ളായിട്ട് ആദ്യമായിട്ടാണ് ഒരു മൂവി ഉള്ളത്. ഇത്രയും റെനോവേറ്റ് ചെയ്തോ ക്ലൈമാക്സ്. കഴിഞ്ഞ പ്രാവശ്യം ജൂണൊക്കെ കാണാൻ വന്നപ്പോൾ ഇത്രയും വലുതായിട്ട് എനിക്ക് തോന്നിയില്ല. മൊത്തത്തിൽ എനിക്ക് തോന്നുകയാണെന്ന് അറിയത്തില്ല കേട്ടോ. പക്ഷെ എനിക്ക് വലിയ തിയേറ്ററായിട്ട് തോന്നി. ഇത് എംഎസ് മോഡിലെ തിയേറ്ററായിരുന്നു. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ
എന്തോ ഒരു കാര്യം ഉണ്ടല്ലോ. ആ ലാസ്റ്റ് ഈ മ്യൂസിക് ഉണ്ടല്ലോ, എനിക്ക് ഇന്നത്തെ സിനിമയിൽ വരുന്നൊരു കാര്യമല്ല കേട്ടോ. ഇവിടെ ഈ കോയിൻ വെച്ചിട്ട് പാവിനെ എടുക്കുന്ന മെഷീനുണ്ട്. ആ എല്ലാ പാവിൻ്റെ മെഷീനകത്തും ഈ മറ്റേ ടാറ്റാൻ്റെ ആ ഒരു എനിക്ക് മ്യൂസിക് ടെസ്റ്റ് ചെയ്ത് പറയാൻ പറ്റത്തില്ല. അപ്പോൾ ആ ഒരു മ്യൂസിക് കൊടുക്കും. എനിക്ക് ലാസ്റ്റ് ഐ മീൻ ആ ലാസ്റ്റ് ആ ഒരു മ്യൂസിക് പ്ലേ ചെയ്യുന്നുണ്ട് ടൈറ്റിൽ മറ്റേ എൻ്റെ ആയിരിക്കുന്ന സമയത്ത്. അപ്പോൾ രസമാണ് കേട്ടോ. ഈ ഇതിൻ്റെ ഫുള്ളായിട്ട് കണ്ട ആൾക്കാരാണെങ്കിൽ ഉറപ്പായിട്ട് നല്ല പടം, നല്ല ഇത്, അടിപൊളി, ഇഷ്ടപ്പെട്ടു. നിങ്ങൾ കണ്ടു നോക്കും, ചിലപ്പോൾ പ്രശ്നം. എനിക്ക് അവിടെ ഇവിടെ കുറച്ച് കാലമായിട്ട് തോന്നി. ഗുഡ് നൈറ്റ് ഞാൻ പറയുന്നില്ല, നിങ്ങളെപ്പോഴും കാണുന്നതെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് എന്തായാലും എൻ്റെ ഏതായാലും ഗുഡ് നൈറ്റ് ഇല്ല, ഗുഡ് മോർണിംഗ് ആവാനായിട്ട് 3:14. ഞാൻ എങ്ങനെ പോയി കിടന്ന് എപ്പോൾ ബൈ എനിക്ക് കേട്ടില്ല.